ഭാര്യയോ ഭാര്യമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാര്യയോ പെൺകുട്ടിയോ കുടുംബക്കാരായ സ്ത്രീകളോ ആരെങ്കിലും ഒരു സ്ത്രീ ഖറജത്ത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅ ജുമുഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയ ചരിത്രം എനിക്കറിയുകയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. എന്നിട്ട് ഷാഫി ഇമാം പറഞ്ഞു, വമാ അലിംതു അഹദം മിൻ സലഫിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്ന് സലഫ് എന്ന് ഇമാം ഷാഫി പറയുന്നത് സ്വഹാബത്തിനെ കുറിച്ചാണ്. ആ സ്വഹാബികളിൽപ്പെട്ട ഒരാളെയും എനിക്കറിയില്ല. അമറ അഹദം മിൻ അസ്വാജിഹി, തന്റെ ഭാര്യമാരിൽപ്പെട്ട ആരോടെങ്കിലും കൽപ്പിച്ചതായിട്ട് ബിഇതിയാനി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅ, ഏതെങ്കിലും ഒരു ജുമുഅക്കോ ജമാഅത്തിനോ പോകണമെന്ന് കൽപ്പിച്ച ചരിത്രം ഇല്ല, എനിക്കറിയുകയില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമിന്റെ പൂർവീകർ പഠിപ്പിച്ച, മഹാത്മാക്കൾ പഠിപ്പിച്ച ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. എന്തിന് സഹോദരന്മാരെ, കേരളത്തിൽ ഇസ്ലാം എത്തുന്നത് നമുക്കറിയില്ലേ? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇസ്ലാം എത്തി. ചില ചരിത്രകാരന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ സ്വഹാബികൾ ഇസ്ലാം പ്രചരിപ്പിച്ചു എന്നാണ്. ഏതായാലും സ്വഹാബികളാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത്. എന്നിട്ടോ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമുഅക്കും ജമാഅത്തിനും പോവുക എന്ന ഈ ആചാരം തുടങ്ങിയത് എന്നാണ്? ഞാൻ പറയുന്നില്ല. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പുറത്തിറക്കിയ അവരുടെ പുടവ മാസികയാണിത്. 1995 മാർച്ച് 12 അവരെഴുതുന്നു, ഈ പാത ധന്യം എന്ന പേരിൽ എഴുതുന്നു. കണ്ടോ, 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നു, വെള്ളാറമ്പാറ ഖദീജ കുട്ടിയും പി കെ ആമിനയും. എന്നിട്ട് റൈറ്റപ്പ് നോക്ക് നിങ്ങൾ, കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. അപ്പൊ കേരളത്തിൽ ആദ്യമായി ജുമുഅക്കും ജമാഅത്തിനും പോയത് ആരാ? മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെള്ളാറമ്പാറ ഖദീജ കുട്ടിയും പി കെ ആമിനയുമാണ്. ഒതായി പള്ളിയിലേക്കാണ് അവർ പോയത്. എന്നാണിത് പോയത്? സ്വഹാബത്തിന്റെ കാലത്ത് പോയോ? പോയിട്ടില്ല. താബിഈ കാലത്ത് പോയോ? പോയിട്ടില്ല. 3-ാം നൂറ്റാണ്ടിൽ പോയോ? ഇല്ല. 4-ലും 5-ലും ഇല്ല. 10-ാം നൂറ്റാണ്ടിൽ പോയോ? പോയില്ല. സഹോദരന്മാരെ, നാം ചിന്തിക്കണം. 1920 വഹാബി പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകപ്പെടുന്ന ആ 920 പോയോ? പോയിട്ടില്ല. കേരളത്തിൽ ഇവിടെയുള്ള സുന്നത്തുകളൊക്കെ ആരൊക്കെയോ കുഴിച്ചു മൂടുകയാണ്. അത് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം എന്ന് ഉദ്ഘോഷിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ച കാലം 1920 സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോവുക എന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അന്ന് ഇത് സുന്നത്തായിട്ടില്ല. പോകട്ടെ, 1930 കൊണ്ടുപോയോ? പോയിട്ടില്ല. 40 കൊണ്ടുപോയോ? പോയിട്ടില്ല. ഞാൻ പറയുന്നതല്ല, 1940 ശേഷമാണ് സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോകുന്ന സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചതെന്ന്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിച്ച കേരളത്തിൽ ആരംഭിച്ചതെന്ന് പറയുന്നത് മുജാഹിദുകളാണ്, സുന്നികളല്ല. അതിന്റെ അർത്ഥം, ഈ ആചാരം, ഈ കർമ്മം, ഇവർ ഈ ചെയ്യുന്ന പ്രവർത്തനം പൂർവീകരുടെ പാരമ്പര്യമില്ല. ഇത് നമ്മുടെ രാജ്യത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചില മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച ദുഷിച്ച ആശയമാണ്. ഇത് ഇസ്ലാമല്ല. സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോവുക എന്ന ഒരാശയം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്ക്, വിശ്വാസ കാര്യങ്ങളിലേക്ക് എടുത്താൽ അത് പറയേണ്ടതില്ലാത്ത വിധം മലീമസമാണ്. പുതിയ പുതിയ വാദങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു, നമ്മളൊക്കെ, ലോകത്തുള്ള വിശ്വാസികളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്നാണ് മുജാഹിദ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്നിട്ട് തൗഹീദ് ഉള്ളത് ഞങ്ങൾക്ക് മാത്രമാണ് എന്നാ മുജാഹിദിന്റെ വിശ്വാസം. എന്നാ ഞാൻ പറയാം, തൗഹീദ് ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് പറയുന്ന മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും, ഞാൻ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, നിഷ്പക്ഷ ബുദ്ധിയാ വിലയിരുത്തുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണം. തൗഹീദിലുള്ള ഏറ്റവും പരമപ്രധാനമായ വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം അതെങ്ങനെയായിരിക്കണം? അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക നബിയെ, അല്ലാഹു ഒരുവനാണ്, ഏകനാണ്, നിരാശ്രയനാണ്. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് സമാനമായി ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ രാജ്യത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചു വന്നതെന്താ? അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്, പഠിച്ചിട്ടുള്ളത് അള്ളാഹു കണ്ണില്ലാതെ കാണുന്നവനാണ്, കാതില്ലാതെ കേൾക്കുന്നവനാണ്, നാക്കില്ലാതെ സംസാരിക്കുന്നവനാണ്, കൈയില്ലാതെ കൈകാര്യം ചെയ്യുന്നവനാണ്. നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ, അങ്ങനെ എന്ത് രൂപം വിചാരിച്ചാലും അങ്ങനെയൊന്നുമല്ല അള്ളാഹു എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. അല്ല പൂർവികരായ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള ബിദഈകൾ, വഹാബികളും മൗദൂദികളും പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? അവര് പഠിപ്പിക്കുന്നത്, ഞാനത് വിശദീകരിക്കുകയല്ല, അള്ളാഹുവിന് രൂപമില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാ. അള്ളാഹ്ക്ക് രൂപമില്ലാന്ന് പറയാൻ പറ്റൂല. പിന്നെയോ അള്ളാഹുവിന് ആകൃതി ഉണ്ട്. എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ ആകൃതി? മുജാഹിദുകൾ തന്നെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് അതുപോലെ തന്നെ കണങ്കാലുമുണ്ട് എന്നാണ്. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകമാണിത്, ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. ഈ പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ അവരിത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, കണങ്കാലുമുണ്ട്. മുജാഹിദുകൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് EN ഇബ്രാഹിം മൗലവി എഴുതിയ പുസ്തകം ബോധനം, ആ ബോധനം ത്രൈമാസിക ലക്കം 1 വാള്യം 2 അവരും എഴുതുന്നു, അള്ളാഹു സിംഹാസനസ്ഥനാണ്, അവന് 2 കൈകളുണ്ട്, കണ്ണുണ്ട്, മുഖവുമുണ്ട്. ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. എന്താ? മറ്റതിൽ കൈയും കാലും അതുപോലെ തന്നെ കണങ്കാലും ഉള്ളൂ. ഇതിൽ പറയുന്നത് അവന് 2 കൈകളുണ്ട്, കണ്ണുണ്ട്, മുഖവുണ്ട് എന്നാ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു ആണോ അല്ലേ? ഈ രാജ്യത്ത് ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ. മുജാഹിദ് നേതാവ് എഴുതിയതും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പരിഭാഷപ്പെടുത്തിയതുമായ ഗ്രന്ഥമാണിത്, അത്തൗഹീദ് എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 124-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ 2 കൈകളുണ്ട് എന്നാ. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. ഓ, മുജാഹിദിന്റെ അള്ളാഹുവിന്റെ ഒരു ഇടങ്ങാറ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. 7 ആകാശം വലത്തെ കയ്യിൽ താങ്ങി, ഭൂമി ഇടത്തെ കയ്യിലും താങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അത്രേ മുജാഹിദിന്റെ അള്ളാഹു. മുജാഹിദുകൾ സാധാരണ പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമി പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. അപ്പൊ മുജാഹിദും ജമാഅത്തും പറയുന്ന അള്ളാഹുവിനെയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അള്ളാഹ്ക്ക് 2 കൈകളുണ്ട്, 7 ആകാശങ്ങൾ വലത്തെ കയ്യിലും ഭൂമി ഇടത്തെ കയ്യിലുമാണ്. ഇങ്ങനെയാണ് അള്ളാഹു നിൽക്കുന്നത് എന്നാ മുജാഹിദ് പറയുന്നത്. ശരി, ഇത് പഴയ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. എന്നാൽ ലേറ്റസ്റ്റ് വിശ്വാസം നോക്ക് നിങ്ങൾ. ഇത് ജമാഅത്തെ ഇസ്ലാം മുജാഹിദിന്റെ നേതാവ് KK സക്കരിയ സലാഹി വിവർത്തനം ചെയ്ത് പുറത്തിറക്കിയ പുസ്തകമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ അവർ പറയുന്നത് കാണാം. ഇദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹുവിന് ശക്തവും ഔദാര്യപൂർണവുമായ 2 കൈകൾ ഉണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം. അള്ളാഹ്ക്ക് 2 കൈകളുണ്ട്. എന്നിട്ട് ഇയാൾ എഴുതുന്നു, അള്ളാഹുവിന്റെ 2 കൈകളും വലങ്കയ്യാണ്, അഥവാ അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഇല്ല. അള്ളാഹു മുജാഹിദിന്റെ അള്ളാഹു വികലാംഗനാണ് എന്നാ ഇതിൽ എഴുതുന്നത്. ഈ പുസ്തകത്തിലോ അല്ലല്ല, 2 കൈയുണ്ട്, വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. പറയൂ നിങ്ങൾ, ഇത് ഏത് വിശ്വാസമാണ്? നിങ്ങൾ എന്തുകൊണ്ട് മുജാഹിദുകളെ എതിർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു? പലരും ചോദിക്കും. ഞങ്ങൾ എതിർക്കുന്നില്ല, ഈ വസ്തുത കേരള ജനതയുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നടിക്കുകയാണ്. നിങ്ങൾക്ക് മുജാഹിദാവാൻ താല്പര്യമുള്ളവരുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമി ആവാൻ താല്പര്യമുള്ളവരുണ്ടാകും, നിങ്ങൾ ആയിക്കോളൂ. പക്ഷെ ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ പറയുന്നത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആയിക്കോളി എന്നാണ്. ഇതുകൾ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹിനെ കുറിച്ച് ഇവർ പറയുന്നത് എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ മുജാഹിദാകാണി ആയിക്കോളി, ജമാഅത്താകാണി ആയിക്കോട്ടെ, നിങ്ങൾ ഖാദിയാനി ആയിക്കോളി. പക്ഷെ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ആ ധർമ്മമാണ് ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. സഹോദരന്മാരെ, കഴിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ അപ്പൊ 2 കൈ ഉണ്ടെന്നും ഇല്ലെന്നും
ഉള്ള രണ്ട് കൈ തന്നെ എവിടെ? വലതുഭാഗത്ത് തന്നെയാണ് രണ്ട് കൈ. അങ്ങനെയും ഏതാവട്ടെ, അതൊരു വിശ്വാസം. എന്നിട്ട് മുജാഹിദിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നതോ, ഈ അള്ളാഹു, മുജാഹിദിന്റെ അള്ളാഹു എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവർ പഠിപ്പിക്കുന്ന വിശ്വാസവും ആചാരങ്ങളും മുഴുവനും പുതിയ വിശ്വാസമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് വിശദീകരിക്കുമ്പോൾ 1 ദിവസമോ 2 ദിവസമോ പറഞ്ഞാൽ പോരാ. നിങ്ങൾ നോക്ക്, ഇതിൽ പറയുന്നത് എന്താ? അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ്. ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, എന്തു വിഡ്ഢിത്തമാണിത്! അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എത്രേ? അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മക്കറിയാലോ, നമ്മുടെ മാത്രം അള്ളാഹു അല്ലല്ലോ, ലോകത്തിന്റെ എല്ലാവരും അള്ളാഹുവാണ്, അല്ലേ? അപ്പൊ ഈ അർദ്ധരാത്രി എന്ന് പറഞ്ഞാല് നമുക്ക് അർദ്ധരാത്രി ആകുമ്പോഴല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അർദ്ധരാത്രി ആവല്, അല്ലേ? മുജാഹിദിന് അറിയില്ലെങ്കിലും ജമാഅത്തിന് അറിയില്ലെങ്കിലും സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ഭൂമി ഉരുണ്ടതാ. അപ്പൊ അർദ്ധരാത്രി എന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അർദ്ധരാത്രി, പിന്നെ കുറച്ചുകൾക്ക് അർദ്ധരാത്രി, ഇങ്ങനെയുള്ളൂ. ഭൂമി ഉരുണ്ടതാവുമ്പോ അങ്ങനെ അർദ്ധരാത്രി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് അർദ്ധരാത്രി, മറ്റേ സ്ഥലത്ത് ഇങ്ങനെ. അർദ്ധരാത്രി ആയാലോ പടച്ചോന് പണി ഇറങ്ങന്നെ. പിന്നെ എപ്പോഴാ മുജാഹിദിന്റെ ഈ പടച്ചോൻ കയറൽ? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, എന്താ ഇവർ ഈ പറയണത്? ഒരു അന്തമില്ലാത്ത വാദാണ്. ഞാൻ അതിലേക്ക് കടന്നാ പിന്നെ എൻ്റെ വിഷയം തെന്നി പോയിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. പോകട്ടെ, ആ ചോദ്യം മുജാഹിദിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, മറുപടി ഉണ്ടാവില്ല. ഞങ്ങൾക്കറിയാം. മുജാഹിദിന്റെ നേതാവ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയൊരു നേതാവ് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ചോദ്യം പിന്നെ ഓലോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു 10 കൊല്ലങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കരുത് എന്നാ മുജാഹിദ് ബാലുശ്ശേരി കീഴ്ശ്ശേരി വെച്ച് പ്രസംഗിച്ചത്. എനിക്ക് മറുപടി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതാ, 10 കൊല്ലങ്ങൾ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മുജാഹിദാക്കി തരാം. എങ്ങനെയുണ്ട്? അപ്പൊ ചോദ്യം ഓൾക്ക് പേടിയാണ്. അതുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കുന്നവർ മനസ്സിലാക്കാനാ ഞാനിത് പറയുന്നത്. എപ്പോഴായി അള്ളാഹു കയറി പോകട്ടെ, എന്താ ഇപ്പം ഈ പറയണത്? അള്ളാഹു തആല എല്ലാ ദിവസവും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നാ പറഞ്ഞത്. ഈ 1-ാം ആകാശം എവിടെ ഉള്ളത്? നിങ്ങളത് മറന്നോ? ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ? 1-ാം ആകാശം അള്ളാന്റെ വലത്തെ കയ്യിലാണ്, 7 ആകാശവും വലത്തെ കയ്യിലാ. അപ്പൊ അതിൽ തന്നെയല്ലേ 1-ാം ആകാശം ഉള്ളത്? എന്റെ വലത്തെ കയ്യിലുള്ള 1-ാം ആകാശത്തേക്ക് ഞാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഈ പറയണത്? ആശാരിന്റെ ഉളിയേറ്റെടുത്ത് തുളക്കേണ്ടി വരും, അല്ലാതെ എങ്ങനെയാ ഇപ്പൊ ഈ വരവ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാവിഡ്ഢിത്തം എന്നല്ലാതെ ഇതാ ഞങ്ങൾ പറയണത്. ഈ പ്രസ്ഥാനം ഈ IT യുഗം വികാസം പ്രാപിച്ച ഈ കാലത്ത് ജീവിക്കേണ്ട പ്രസ്ഥാനമല്ല. ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ചരമഗീതം എഴുതപ്പെട്ട് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടേണ്ട പ്രസ്ഥാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് സംശയമില്ല. ഏത് ആശയം എടുത്ത് പരിശോധിച്ചോളൂ. ഇതേതാ വിശ്വാസം? ഇതാരുടെ അള്ളാഹുവാണ്? സഹോദരങ്ങളെ, എന്നാ നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനം 1952 മുജാഹിദുകളുടെ മുഖപത്രം അൽമനാറാണ് എൻ്റെ കയ്യിൽ. ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷം മുമ്പ് എഴുതിയ അൽമനാർ. ഇതിൽ ഫത്വ കൊടുക്കുന്നത് ആരാ? മുജാഹിദ് സ്ഥാപിച്ച KM മൗലവിയാണ്. എന്താ ഫത്വ എന്നറിയോ? ഫത്വ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ ജഡമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിച്ചാൽ അത് പുതിയ ആചാരമാണ്, വിശ്വാസമാണ്, പുത്തൻ ചിന്താഗതിയാണ് എന്ന് മാത്രമല്ല അവൻ കാഫിറായ മുബ്തദിയാകുന്നു. സംശയമുണ്ടോ? ആർക്കും വന്ന് നോക്കാം. മലയാളമാണിത്. അള്ളാഹുവിന് ഭാഗമുണ്ട്, ജഡമുണ്ട്, വലത് ഇടത് എന്ന ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകുന്നു എന്ന് പറയുന്നത് KM മൗലവിയാണ്. മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയോ? അപ്പൊ അതിന്റെ അർത്ഥം ഇന്നത്തെ മുജാഹിദുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൗഹീദ് ഉണ്ടല്ലോ, ഇത് കാഫിറാകാനുള്ള തൗഹീദാണ് എന്നാ ഇത് ഉണ്ടാക്കിയ KM മൗലവി പറയുന്നത്. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾക്ക് എന്ത് പറയാനുണ്ട്? ഞാനിത് മറുപടി കിട്ടാൻ വേണ്ടി ചോദിക്കല്ല, മറുപടി കിട്ടൂലാന്ന് എനിക്കറിയാം. ഞാനിത് പറയുന്നത് ചിന്തിക്കുന്നവരോടാണ്, ഭക്ഷണം കഴിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത്. ഇതേതാ പ്രസ്ഥാനം? മുജാഹിദുകൾ ഇപ്പൊ മത്സരിക്കല്ലേ? പഴയ കാലത്ത് ഭാഗമില്ല. 1920 ജനുവരി 20 ഇറങ്ങിയ അൽമനാറിൽ അള്ളാഹ്ക്ക് ഭാഗങ്ങളില്ല, സ്ഥലമില്ല എന്നാ.
ഇപ്പൊ മുജാഹിദ് തർക്കിക്കുകയാണ്. എന്ത്? അള്ളാഹ്ക്ക് 2 കൈയുണ്ട് എന്ന് വിശ്വസിക്കണം, 2 കാലുണ്ട് എന്ന് വിശ്വസിക്കണം, അതിന്റെ പുറമെ കണങ്കാലുണ്ട് എന്ന് വിശ്വസിക്കണം. എന്തൊക്കെ നമ്മൾ പറയാൻ ലജ്ജിക്കുന്ന പലതും ഉണ്ടെന്ന് പറയാൻ. മുജാഹിദ് ആഫീസിൽ, മുജാഹിദ് സെന്ററിൽ ചൂട് പിടിച്ച ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് അവസാനം കിട്ടിയ വിവരം. എന്താ? അള്ളാഹുവിന്റെ മൂക്കിനെ കുറിച്ചാണ് ചർച്ച. അതായത് അള്ളാഹുവിന്റെ മൂക്കിന്റെ 2 ഓട്ടയും വലതുഭാഗത്താണോ ഇടതുഭാഗത്താണോ എന്നാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടെ എത്തി ഇവർ? ഇതാ ഞാൻ പറയുന്നത്, ഈ വിശ്വാസം ഇത് അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസമല്ല, ഇത് പുതിയ വിശ്വാസാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ വിശ്വാസം മുജാഹിദുകൾ എന്നാണ് രംഗത്ത് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ പറയുന്നില്ല. ഇത് 1920കളിൽ അല്ല 52ൽ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ വിശ്വസിച്ചവൻ കാഫിറാണ്. എന്നാ ഇനി അത് തൗഹീദാക്കി മുജാഹിദുകൾ തിരിമറിയും അട്ടിമറിയും നടത്തിയതെന്നാ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നില്ല, മുജാഹിദുകൾ തന്നെ പറയട്ടെ. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ തീരുമാനം മുജാഹിദുകൾ എടുത്തത് എന്താണെന്നറിയോ? ഏത് തീരുമാനം? നമ്മള് അള്ളാഹ് കൈയുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല, കാലുണ്ട്, അവയവങ്ങളുണ്ട്, ഭാഗമുണ്ട്, സ്ഥലമുണ്ട് എന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇങ്ങനെ വിശ്വസിച്ചാൽ അത് തൗഹീദ് അല്ല എന്നാ പഴയ വിശ്വാസം. പിന്നെ അത് മാറ്റിയിട്ട് എന്താ? ഇനി തൗഹീദ് ആവണമെങ്കിൽ, മുഅ്മിൻ ആവണമെങ്കിൽ എന്തു വേണം? അള്ളാഹ് കൈയുണ്ട് എന്ന് വിശ്വസിക്കണം, കാലുണ്ട് എന്ന് വിശ്വസിക്കണം, ചന്തിണ്ട് എന്ന് വിശ്വസിക്കണം, മൂക്കുണ്ട് എന്ന് വിശ്വസിക്കണം, മുഖമുണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ അവൻ മുഅ്മിനാവുകയുള്ളൂ എന്നാ പുതിയ സിദ്ധാന്തം. ഈ സിദ്ധാന്തം എന്നാ കണ്ടുപിടിച്ചത്? ഞാൻ പറയുന്നില്ല, മുജാഹിദിന്റെ പുസ്തകത്തിൽ പറയുന്നു. 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂം എന്ന് പറഞ്ഞാൽ, പുളിക്കൽ മുജാഹിദിന്റെ ഒരു അറബി കോളേജ് ഉണ്ട്, ഒരു അഫ്ദലുൽ ഉലമാ കോളേജ്. ആ കോളേജിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മുജാഹിദ് മൗലവിമാരുടെ യോഗം, ആ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിലെ 3ാമത്തെ തീരുമാനമാണിത്. എങ്ങനെയുണ്ട് ബരദീന്? നിങ്ങൾ ചിന്തിച്ചോളി. അള്ളാഹുവിനുള്ള തൗഹീദിൽ വരേക്കും അട്ടിമറി നടത്തുകയാണ്, പുതിയ തൗഹീദ് ഉണ്ടാക്കുക. എന്നാ മൗലവിമാർ യോഗം കൂടി തീരുമാനിക്കുന്നത് 2001 ജൂൺ 4. നിങ്ങൾ പറയും, ഈ തൗഹീദ് ഏത് തൗഹീദാ? ഇത് പാരമ്പര്യ തൗഹീദാണോ? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വിശ്വാസമാണോ? അല്ലേ? നാം ചിന്തിച്ചാൽ മതിയല്ലോ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അവരുടെ വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ ഏതെടുത്തോളൂ, പാരമ്പര്യത്തിന്റെ പിന്തുണയില്ല. ഇനി നിങ്ങൾ നോക്ക്, വിശ്വാസ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചോളൂ നിങ്ങൾ. നിസ്കാരം, ഈ നിസ്കാരത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ പുതിയ പുതിയ വാദങ്ങളാണ്, പാരമ്പര്യമില്ല. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഫർളായ നിസ്കാരങ്ങൾ നമ്മൾ ഒരു ദിവസം ഖള ആയി പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഖള ആയ നിസ്കാരം പെട്ടെന്ന് ഖളാഹ് കിട്ടണം എന്നാണ് അതിന്റെ മസല. പക്ഷെ നമ്മുടെ രാജ്യത്തെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് എന്താണെന്നറിയോ? ഖള ആയി പോയ നിസ്കാരം ഖളാഹ് വീട്ടുക എന്നൊരു പദ്ധതിക്ക് ഇസ്ലാമിക ദൃഷ്ട്യാ ഒരു ന്യായവും അവതരിപ്പിക്കാനില്ല. അതിനാൽ ഫർള് നിസ്കാരങ്ങളിൽ ഖളാഹ് എന്ന പ്രശ്നം തന്നെ ഉത്ഭവിക്കുന്നില്ല. ഇത് പറയുന്നത് ആരാ? മുജാഹിദിന്റെ വലിയ മൗലവി എഴുതിയ സമ്പൂർണ്ണ നമസ്കാരക്രമം എന്ന ഈ പുസ്തകത്തിലാണ്. ഫർള് നിസ്കാരം ഖളാഹ് ആയി പോയ ഖളാഹ് വീട്ടേണ്ട പ്രശ്നേ ഇല്ല. എങ്ങനെയുണ്ട്? ഇത് ഏതാ വാദം? ഇത് പാരമ്പര്യവാദമാണോ? പൂർവീകരുടെ പാരമ്പര്യം ഇതിനുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം നോക്ക് നിങ്ങൾ. 1986 ജൂൺ 6 പേജ് 29 ചോദ്യം ഈ വിഷയ സംബന്ധിയായി മറുപടി പറയുന്നു. തെളിവുകളുടെയും ന്യായങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രബലമായത് മനഃപൂർവം പാഴാക്കിയ നിസ്കാരം ഖളാ വീട്ടുക എന്നൊന്നില്ല എന്നാണ്. തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മനഃപൂർവ്വം ഖളായ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. നിങ്ങൾ ചോദിക്കുമല്ലോ, കാരണന്മാരുണ്ട് എൻ്റെ മുമ്പിൽ. എന്താ ഈ മൂലയർ പ്രസംഗിച്ചിട്ട് ഇയാളെ ശബ്ദമൊക്കെ അടഞ്ഞു പോയി, നിങ്ങൾ ഇങ്ങനെ ദിവസവും നിങ്ങൾക്ക് പണി തന്നെ, എത്ര പ്രസംഗിച്ചിട്ട് എന്താ? മുജാഹിദ് കൂടിയല്ലേ, ജമാഅത്ത് കൂടിയല്ലേ? കൂടാതിരിക്കുവോ? ഈ ജാതി ഫത്വ കിട്ടിയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ കുറേ കാലം താന്തോന്നിയായി നടന്നു, നിസ്കരിച്ചില്ല, നോമ്പനുഷ്ഠിച്ചില്ല, ഒന്നും ചെയ്തില്ല.
എന്നിട്ട് ഓനക്ക് നന്നാവണമെന്ന് തോന്നി. പള്ളിക്കത്തെ ഉസ്താദിൻ്റെ അടുത്ത് പോയി, ഉസ്താദ് അല്ല എനിക്കൊന്ന് നന്നാകണമെന്നുണ്ട്. അപ്പം എന്താ ഉസ്താദ് അപ്പം ആ മതവിധി കൂടി പറയും ശരീഅത്തനുസരിച്ച്. അല്ല ചങ്ങാതികൾക്ക് പ്രായപൂർത്തിയായിട്ട് എത്ര വയസ്സായി? ഉസ്താദ് എനിക്ക് 10-35 വയസ്സായി. ഇപ്പോൾ ഒരു 10-20 വയസ്സുകൾ 15 വയസ്സ് കൂട്ടിക്കോളി, 20 വയസ്സ് ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട്. എന്നാ 20 വയസ്സിലെ നിസ്കാരവും നീ ഖളാ വീട്ടണം എന്നാ ഉസ്താദിൻ്റെ ഫത്വ ഉണ്ടാകുക. അള്ളാന്റെ ദീനിന്റെ നിയമം അങ്ങനെ. അവനാകെ 15-20 കൊല്ലത്തെ നിസ്കാരം ഖളാ വീട്ടുക പറഞ്ഞാൽ അവൻ അങ്ങനെ പോയി. അപ്പോഴാ മറ്റേ മൗലവി താടി നീട്ടി ഇങ്ങനെ വരുന്നുണ്ട്, താടിമീൻ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇയാളോട് ചോദിക്കുമ്പോൾ അത് പ്രശ്നമില്ല, ഒരു കാര്യം ചെയ്യാം, എങ്ങനെ ഇപ്പം എൻ്റെ നിസ്കാരം ഖളാ ആയത്? ബോധപൂർവമാണോ മറന്നിട്ടാണോ എന്ന് ചോദിച്ചു. ഉസ്താദെ ഞാൻ മറന്നിട്ടൊന്നുമല്ല, നിസ്കരിക്കണം എന്ന് എനിക്കറിയാം, പക്ഷെ ഞാനിങ്ങനെ താന്തോന്നിയായി നിസ്കരിക്കാൻ എന്നാ ബേജാറില്ല. ബോധപൂർവം നീ ഖളാ ആക്കിയതാണെങ്കിൽ അത് ഖളാ വീട്ടേണ്ട ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ ഫത്വ കിട്ടുമ്പോ മുജാഹിദിൽ ആള് കൂടൂലേ? നിങ്ങൾ പറയും, ജമാഅത്തിൽ ആള് കൂടൂലേ? എന്തുകൊണ്ടാണ് മുജാഹിദും ജമാഅത്തും വർദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വാദം ഇത് പൂർവികർ പഠിപ്പിച്ച ഇസ്ലാമിലുണ്ടോ? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം നിങ്ങൾ എടുത്ത് പരത് നോക്ക്, കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ നിന്ന് ഏറെ ക്ഷുദ്രനായി വിധി എഴുതപ്പെട്ട നല്ലാം എന്ന് പറയുന്ന റഈസുൽ ശയാത്തീനിൽ ഖദരിയ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ ആ ബിദഈകളുടെ നേതാവ്, പിശാചുക്കൾ ഖദരിയ പിശാചുക്കളുടെ നേതാവായ നല്ലാം എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ വാദമാണിത്. മുസ്ലിം ലോകത്തിന്റെ പാരമ്പര്യമില്ല. ഇത് മുജാഹിദും ജമാഅത്തും. ഇനി നോമ്പ് ശബാബ് 988 മെയ് 13 ലക്കം 11 പുസ്തകം 11 ലക്കം 12 നോമ്പിനെ കുറിച്ചും ഇതേ രൂപത്തിൽ ബോധപൂർവം ഖളാ ആയ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. മുജാഹിദിൽ ആള് കൂടൂലേ? നിങ്ങൾ ചിന്തിക്ക്, ഇതേതാ മതം? ഇത് നിങ്ങൾ നോക്ക്. നിസ്കാരം, ഈ നിസ്കാരം നടത്തുന്ന നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് ഇവരുടെ വീക്ഷണം എന്താ? ഞാൻ പറയുന്നില്ല. നിസ്കാരം നമ്മൾ നിർവഹിക്കുന്ന പാരമ്പര്യ നിസ്കാരത്തെ അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നിസ്കാരം സഹിയാവണമെങ്കിൽ നമുക്കറിയാലോ, അതിന് കുറച്ച് ഷർത്തും ഫർളും ഉണ്ട്, എല്ലാവർക്കും അറിയാം. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം, എല്ലാവർക്കും അറിയാം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ ഉളു എടുക്കുക, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ കുളിക്കുക. എന്നാൽ ഈ ചെറിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ല വസ്തുവും പുറപ്പെടൽ എന്നാ ഉളുമുറിയും വലോരീഹൻ. അത് കീഴ്വായു ആയാലും ശരി, ഉളുമുറിയും. നമ്മൾ പറഞ്ഞത് അല്ലെ, പഴയ കാലത്തെ പഠിച്ചതാ. അതുപോലെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊലി തമ്മിൽ ചേരല് ഉളുമുറിയും, എല്ലാവർക്കും അറിയാം. എന്നാ മുജാഹിദിന്റെ ഉളു കുറച്ച് കടുപ്പുള്ള ഉളു. അത് നോക്കുങ്ങൾ, മുജാഹിദിന്റെ നേതാവ് കോയക്കുട്ടി ഫാറൂഖ് എഴുതിയ പുസ്തകമാണ് എൻ്റെ കയ്യിൽ. ഇത് നമസ്കാരം എന്ന ഈ പുസ്തകത്തിന്റെ പേര്. ഇതിൽ കണ്ടോ, ഒരു 16-ാമത്തെ പേജിൽ ഉസു മുറിയുന്ന കാര്യങ്ങൾ. അങ്ങനെ മുജാഹിദിനൊക്കെ ഉസു കുസു എന്നൊക്കെ ഉണ്ടാവുള്ളൂ, അത് കാര്യമാക്കേണ്ട. അതൊക്കെ അങ്ങനെ, കാരണം അത് മലയാളം അറബി ആ വഴിക്കേ പോയിട്ടില്ല. താഴെ പറയുന്ന കാരണങ്ങളാൽ ഉസു ദുർബലപ്പെടുന്നതാണ്. താഴെ പറയുന്ന കാരണങ്ങൾ ഉസു ദുർബലപ്പെടും. 1, മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. നമ്മളൊക്കെ പഠിച്ചത് തന്നെ, മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ട ഉളു മുറിയും. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു, കീഴ്വായു ആയാൽ, ഉളുമുറിയാണെങ്കിലുള്ള നിബന്ധന, കീഴ്വായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിലേ ഉളുമുറിയുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു, കാറ്റ് പോയാൽ ഉളുമുറിയിലാൻ കാരണന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാറ്റ് വന്നാൽ കൊടപ്പന വരെ മുറിക്കാൻ കാറ്റിന് കഴിയുന്ന, പക്ഷെ മുജാഹിദിന്റെ ഉളു മാത്രം മുറിയില്ല. നോക്കുങ്ങൾ, ഉളു മുറിയണമെങ്കിൽ 2 നിബന്ധനയാണ്. എന്താ? ഒന്ന് ആർത്തല ചുലച്ചു വരുന്ന സുനാമി ഉണ്ടാകണം. എന്നാ ഓക്കെ, എന്നാ ഓല ഉളു മുറിഞ്ഞ് കിട്ടിയത് തന്നെ, അതൊന്ന് മുറിഞ്ഞ തന്നെ. അല്ലെങ്കിൽ മണപ്പിച്ചിട്ട് എരപ്പാക്കണം, എന്നാലും ഉളു മുറി. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഉളു മുറിയില്ലാന്ന് മലയാളത്തിലല്ലേ എഴുതി വെച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതേതാ മതം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് പാരമ്പര്യവും പൈതൃകവും പറഞ്ഞ മതമാണോ? ഇതിപ്പോ ചെറിയ ശുദ്ധി. ഇനി വലിയ ശുദ്ധിയുടെ കാര്യം എനിക്ക് പറയാൻ ബാവുസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പറയല്ലാതെ എന്താ ചെയ്യുക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുജാഹിദ് എടവണ്ണ ശാഖ മുജാഹിദ് പുറത്തിറക്കിയ പുസ്തകമാണ് ഇത്, ജിഹാദ്. ഇതിൽ വലിയ അശുദ്ധിയെ കുറിച്ച് പറയുന്നു. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം, കുളിക്കല. വലിയ അശുദ്ധി, ഇത് ശുദ്ധിയാകാനുള്ള മാർഗം കുളിക്കല. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? 1, മനീയ പുറപ്പെടൽ. 2, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടൽ. സ്ത്രീകളാണെങ്കിൽ ആർത്തവരക്തം മുറിയൽ, പ്രസവരക്തം ഇങ്ങനെയൊക്കെ ചെയ്താൽ കുളി നിർബന്ധം. മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ സുല്ലമി എഴുതുകയാണ്, പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ, ശഹവത്ത് ഇളകുമ്പോൾ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക്
അല്പം ബീജം എന്നാൽ അല്പം മനി പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ഒരല്പം മനിയൊന്നും വന്നാൽ കുളിക്കേണ്ടതില്ല. സൊസൈറ്റിക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടെങ്കിൽ കുളിച്ചാൽ മതി. നോക്കിങ്ങൾ, ഒരു 10 റാത്തലുണ്ടെങ്കിൽ കുളിച്ചാൽ മതി. അപ്പൊ ഇവർക്ക് ഇത് എത്ര വിരലിന്നാവോ? അല്ല, അതും വളരെ നമ്മളൊന്ന് കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നത് മലയാളത്തിൽ എഴുതിയതാണല്ലോ. ഈ രാജ്യത്ത് മലയാളം തിരിയുന്ന ആളുകൾ മുജാഹിദ് മാത്രമല്ലല്ലോ, പലരും ഉണ്ടല്ലോ. ചിന്തിക്കേണ്ടതല്ലേ? എന്നിട്ട് പറയുന്ന ഇയാള് കഴുകിയ ശേഷം ഉളു എടുത്തപ്പോ കുടഞ്ഞു പോയാൽ മതി. ഇത് പറയുന്ന മതം ഇവരെ തുറന്ന് നിസ്കരിച്ചാൽ നിൽക്കാറ് ശരിയാവും. നിങ്ങൾ പറയും, ഇതാ ഞങ്ങൾ പറയണത്. മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ കൂടിക്കോളി, ഞങ്ങൾക്ക് എതിർപ്പില്ല. ഇത് ഞങ്ങളൊന്ന് പറയാനുള്ള ഒരു അവകാശം. ഇതാ ഞങ്ങൾ ചെയ്യണത്. ഇതേതാ മതം? ഇതിപ്പോ നിസ്കാരത്തിന്റെ കാര്യം. ഇനി നോമ്പിന്റെ കാര്യോ? സഹോദരന്മാരെ, മുജാഹിദിന്റെ പഴയകാല സിദ്ധാന്താണ് നോമ്പ്. എന്ത് തരികൾ 998 പിളരുന്നതിന് മുമ്പ് അവർ എഴുതിയ ലേഖനാണിത്, ഷബാബ്. അതിലെന്താ പറയുന്നത് എന്നറിയോ? നോമ്പ് തുടങ്ങൽ നമ്മക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ സുബഹി മുതൽ മഗ്രിബ് വരെയാണ്. അത്താഴമൊക്കെ നമ്മൾ അതിൻ്റെ മുമ്പ് കഴിച്ചോളണം. വല്ലപ്പോഴും നമ്മൾ വൈകി എഴുന്നേറ്റാൽ നമ്മൾ എന്താ ചെയ്യൽ? വേഗം കണ്ണും പോറും തേച്ചെഴുകും, എന്നിട്ടോ വേഗമല്ലോ അകത്താക്കും, എന്നിട്ടേ ബാക്കി സംഗതി ചെയ്യുള്ളൂ. എന്നാൽ മുജാഹിദ് പറഞ്ഞത് അങ്ങനൊന്നുമല്ല. എന്താണെന്നറിയോ? എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക, ബാങ്കാണ് കേട്ടു, ഒരു ബേജാറും വേണ്ട. നമ്മൾ സുന്നികൾ പറഞ്ഞ മാതിരി എഴുന്നേൽക്കും വേണ്ട, ചാടും വേണ്ട, വായിലുള്ള തുപ്പും വേണ്ട, നല്ലോണം കഴിക്കാം. പിന്നെ എന്ത് വേണം? എന്താ പറയുന്നു, ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ തൻ്റെ ആവശ്യം നിറവേറ്റുന്നത് വരെ അത് അവൻ താഴെ വെക്കേണ്ടതില്ല. അബൂദാവൂദ്. എന്താണ്? പാത്രം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ബാങ്കാണ് വിളി കേട്ടു നോക്കുക, ഒരു ബേജാറും ഇല്ല, നിങ്ങൾ അങ്ങനെ കഴിച്ചോളീൻ. എത്രയും കഴിക്കാൻ. ബാങ്ക് മുക്കിനെ ഏൽപ്പിച്ചല്ലേ, മൂപ്പരാ കർമ്മോളം ചെയ്തോട്ടെ. നമ്മൾ നല്ല അടിച്ച് കസരത്ത് തന്നെ. പടച്ചോൻ തോപ്പിക്കിട്ട് ഓൻ്റെ നോമ്പിന് അന്നൊരു കുഴപ്പം പറ്റൂല. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, പാത്രം നിലത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് വലിയൊരു സംഗതി തന്നെ. മുജാഹിദുകൾ പറയുകയാണ്, നിങ്ങൾ നോക്ക്, മലയാളത്തിലല്ലേ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് മുജാഹിദ് ഇതുവരെ നിഷേധിച്ചിട്ടുണ്ടോ? മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലും അത് കാണാം. അവരും ഇത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രബോധനത്തിൽ അല്ല, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് കേട്ടാൽ അത്യാവശ്യം വല്ലതും കഴിക്കാമെന്നത് ശരിയാണോ എന്നാ ചോദ്യം. അപ്പൊ മൂപ്പരാണ് അത്യാവശ്യമല്ല, ഇഷ്ടം പോലെ കഴിക്കാം, പാത്രം നിലത്ത് വെക്കാൻ ഞാൻ മതി എന്നാ മൂപ്പർക്കും പറയാനുള്ളത്. നോക്കിക്കള്, ഇത് പഴയ സിദ്ധാന്ത. എന്നാ പുതിയ സിദ്ധാന്തം നിങ്ങൾക്കറിയോ? ഇത് മുജാഹിദിന്റെ ഏറ്റവും 2007 ഇറങ്ങിയ, കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകമാണ്. ISM കേരള കമ്മിറ്റി പുറത്തിറക്കിയതാണ്. നോമ്പിന്റെ വിധിവിലക്കുകൾ എന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ 33-ാമത്തെ പേജിൽ പറയുന്നത് നോക്ക് നിങ്ങൾ. ഇതേതാണ്? ആരുടെ കയ്യിലാ പുതിയ വാദങ്ങൾ? ആരാണ് പുതിയ ഇസ്ലാം ഇവിടെ കൊണ്ട് നടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾ മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. നോമ്പ് നിങ്ങൾ നോക്ക്, ഇയാൾ പറയുന്നു ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, കേൾക്കണേ, സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിരുന്നുവെന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാര് മറക്കാതിരിക്കുക. അപ്പൊ വായനക്കാര് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം മൂപ്പര് പറഞ്ഞത് എന്താ? ബാങ്ക്, സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോ അത്താഴം കഴിക്കുക, വെള്ളം കുടിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. സുബ്ഹി ബാങ്ക് കഴിഞ്ഞിട്ടും കുടിക്കുക, അതിനും കുഴപ്പമില്ല. സുബ്ഹി ബാങ്ക് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കാം, അത്താഴം കഴിക്കാം. സാധാരണ സുബ്ഹി ബാങ്ക് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഖാമത്ത് കൊടുക്കലുള്ളത്. അത് കുഴപ്പമില്ല. ആ ഇഖാമത്ത് കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കാം, അത്താഴം കഴിക്കാം. പിന്നെയോ ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം. കൊള്ളാമല്ലോ, ഇത് വല്ലാത്തൊരു മതമാണ്, ഒരു കടുത്ത നോമ്പന്നെ ഇത്. ഏത്? ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളവും അത്താഴം. അപ്പോൾ ഇഖാമത്ത് മുന്നിലടെ കടന്നോട്ടെ, ഇഖാമത്ത് കഴിഞ്ഞ് നിൽക്കാറും കഴിഞ്ഞ് ഓലിങ്ങനെ വരിക. ഇവൻ നല്ല ചൂടുള്ള 2 പൊറോട്ട അങ്ങനെ അടിച്ച് കസർത്തുകയാണ്. പടച്ചോൻ തോഫീക്ക് ഓൻ്റെ 2 ദിവസത്തെ നോമ്പിന് ഒരു ക്ഷീണവും പറ്റൂല. കാരണം എന്താ? ആ ജാതിയാണ് ഇവൻ്റെ നോമ്പ്. ഇതേതാ നോമ്പ്? നിങ്ങൾ ചിന്തിക്കുന്നത് ഇസ്ലാം മതത്തിലുള്ള നോമ്പാണോ? ഇങ്ങനെ ഒരു നോമ്പ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? 14 നൂറ്റാണ്ടിന്റെ ത്രസിപ്പിക്കുന്ന പാരമ്പര്യം നമ്മുടെ മുമ്പിലില്ലേ? അവരാരെങ്കിലും ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നോമ്പ് ഇല്ല. ഇത് ഇസ്ലാമിന്റെ പേരിൽ വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാര്, സഹോദരങ്ങളെ, അവര് ചെയ്തുണ്ടാക്കിയ ഒരു പുതിയ ആശയമാണ്. അതൊരിക്കലും ഇസ്ലാമല്ല.
ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഓരോന്ന് അങ്ങനെ പറഞ്ഞു പോകും. സുബഹി വരെ ഞാൻ അങ്ങനെ പറഞ്ഞ നിങ്ങളോട് എഴുന്നേറ്റ് പോകില്ല, എനിക്കറിയാം. കാരണം അത്രയ്ക്ക് എൻ്റെ പ്രസംഗത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, ഇവരുടെ വാദത്തിൻ്റെ രസം കൊണ്ട് നിങ്ങളങ്ങനെ ഇരുന്ന് പോകും, എനിക്കറിയാം. ഞാനത് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗം നിർത്തുക. എന്നാലും ഞാൻ നിങ്ങൾക്ക് സാമ്പിളിന് ഒന്നുകൂടി പറഞ്ഞുതരാം. മുജാഹിദിൻ്റെ ഏറ്റവും പുതിയൊരു രസമുള്ള വാദം, ഇവർ ഇസ്ലാം മതത്തിൽ ഉണ്ടാക്കുന്ന ഓരോ കണ്ടുപിടുത്തങ്ങൾ. ഇത് മുജാഹിദിൻ്റെ വനിതാ മാസിക പുടവയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഈ പുടവ മാസികയിൽ ഒരു ചോദ്യം. എന്താ ചോദ്യം? സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോന്നാ. നമ്മളെ സ്ത്രീകളില്ലേ കാർ ഓടിച്ചു പോകുന്നുണ്ടല്ലോ, ഇതുപോലെ കാർ ഓടിച്ചു പോകാൻ പറ്റുമോ, ഇതുപോലെ ബൈക്ക് ഓടിച്ചു പോകാൻ പറ്റുമോ എന്നല്ല ചോദ്യം. ചോദ്യം എന്താ? അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പോകാൻ പറ്റുമോന്നാ. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള ചോദ്യമാണിത്. ചെറുപ്പക്കാരൻ സജീവ ISMകാരനാണ്. അവൻ ഗൾഫിലേക്ക് പോവുകയാണ്. അവൻ്റെ ഭാര്യ അതിലേറെ വലിയ സജീവ പ്രവർത്തകയാണ്. ഓൻ ഗൾഫിലേക്ക് പോയി, പിന്നെ ഓൾക്ക് പള്ളിക്ക് പോകണം. വയസ്സായ അമ്മോശനും അമ്മായിമ്മക്കും ഓല തടിയോടെ നിൽക്കാൻ വയ്യ, പിന്നല്ലേ ഇവളെ പള്ളിയിൽ കൊണ്ടുപോകല്. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിച്ചു, പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താണ് മൗലവിനെ കാണാൻ ഞാൻ എനിക്കൊരു മനഃശാന്തി ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഓളിങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ പരിഹാരം എന്തുള്ളൂ? അടുത്ത വീട്ടിലുണ്ട് സജീവ പ്രവർത്തകൻ ISMകാരനാണ്, ഓനക്ക് ബൈക്കും ഉണ്ട്. എന്നാൽ പിന്നെ ഓൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോകാൻ പറ്റുമോ? അതാണ് വിഷയം. അതിനൊരു ഫത്വ കിട്ടിയ സംഗതി കോളായല്ലോ. അതിനാണ് മുജാഹിദിന്റെ വനിതാ മാസികയിലേക്ക് ഈ ചോദ്യം വിടുന്നത്. അങ്ങനെ പോകാൻ പറ്റുമോ? അപ്പൊ സുല്ലമിന്റെ മറുപടി കേട്ടോളി. ഇത് ഏതാ മതം നിങ്ങൾ പഠിച്ചോളി. എന്നിട്ട് എന്താ പറയുന്നത്? എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. എങ്ങനെയുണ്ട് മതം? എങ്ങനെയുണ്ട് ഇതേതാ മതം? നിങ്ങൾ ചിന്തിക്കണം. അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അപ്പൊ അവിടെ ഒരു ക്രമപ്രശ്നം വരും. എന്താണെന്നറിയോ നിങ്ങൾ? അതായത് ഈ ബൈക്കിന്റെ പിന്നിൽ പുരുഷന്മാരായ നമ്മളാണെങ്കിൽ നല്ല സുഖമാണ്. ബൈക്കിന്റെ പിന്നിൽ ബാലൻസ് ക്ലിയർ, ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും ഇരുന്നാൽ ബാലൻസ് ക്ലിയർ ആയി. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാറല്ലോ. ഓലിക്ക് ഇരിക്കണമെങ്കിൽ രണ്ട് കാലം മുന്നിൽ കിട്ടി ഇരിക്കേണ്ടി വരും. അപ്പൊ ഈ ബാലൻസ് ക്ലിയർ ആവണമെങ്കിൽ എന്തു വേണം? മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും. മുന്നിലുള്ള ആളാണെങ്കിലോ അന്യ പുരുഷനാ. നോക്കിങ്ങള്, അപ്പൊ അത് പ്രശ്നമാണ്. അപ്പൊ എന്താ ചെയ്യാൻ? അതിന് കണ്ടറിഞ്ഞ് സുല്ലമി മറുപടി പറയാണ്. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. പരമാവധി തൊടാതിരിക്കുക. പിന്നെ ബൈക്കല്ലേ, കുണ്ടിലും കുഴിയിലും ചാടുമ്പോൾ അടക്കി അവിടെ പിടിച്ചെന്നെ, അത് കാര്യാക്കണ്ട. എന്നിട്ട് ഇയാൾ പറഞ്ഞൊരു നിബന്ധന ഉണ്ട്. എന്താണെന്നറിയങ്ങൾ? സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. ആർക്കും നോക്കാം, മലയാളാണ്. ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര. അതന്നല്ലേ 24 മണിക്കൂർ? അല്ല കുട്ടികളെ, ഒരു ചെറുപ്പക്കാരന് ഒരു പെണ്ണിനെ കിട്ടിയാൽ 24 മണിക്കൂർ വേണോ? പറഞ്ഞു എന്താ ഈ പറയണത്? അല്ല കുട്ടികളെ, നിങ്ങളെ മതം ഏതാ? ഞങ്ങൾക്ക് അറിയായിട്ട് ചോദിക്കാം. നിങ്ങളെ ദീൻ ഏതാ? നിങ്ങളെ പ്രവാചകനാരാ? ഞങ്ങൾക്ക് ഇത് തിരിണില്ല. സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. ഇത് ഇസ്ലാമല്ല. ഇത് ഇസ്ലാമിന്റെ പേരിൽ പുതിയ പുതിയ വാദങ്ങൾ അവർ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഞാൻ ഓരോന്ന് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ പുതിയ പുതിയ വാദങ്ങൾ ഉണ്ടാക്കി അവർ ഇസ്ലാമിൽ അവർക്ക് തോന്നിയത്, വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ പേരിൽ അവർ പുതിയ ആശയങ്ങൾ മെനഞ്ഞെടുക്കുകയാണ്. ഇത് ശരിയല്ല. ഈ ആശയങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും. നിങ്ങൾ ചിന്തിക്കണം. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് മുജാഹിദുകൾ സുന്നികളെ ബിദ്അത്ത് ആരോപിക്കുന്നത്. ഏത്? സുന്നികളായ നമ്മൾ ചെയ്യുന്നതൊക്കെ അനാചാരാണ്, ബിദ്അത്താണ് എന്ന് പറയുന്നത് എന്തിനാ? അവർ ചെയ്യുന്ന അനാചാരങ്ങൾ നമ്മൾ തുറന്നടിക്കുമ്പോൾ അതിനൊരു പുകമറയായിട്ട്, ഇതിനെ മറച്ചു വെക്കാനായിട്ട് മുജാഹിദ് പറയുന്ന സംഗതികളാണ്. സുന്നികളായ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങൾ എടുത്തോളൂ, അതൊക്കെ അനാചാരാണ് എന്നാണ് മുജാഹിദ് പറഞ്ഞത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 418 പേജുള്ള പുസ്തകം. മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന, അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എഴുതിയതാണ്. മുജാഹിദ് പിളരുന്നതിന്റെ മുമ്പ് എഴുതിയതാണ്. അബ്ദുസലാം സുല്ലമി എന്ന ആളാണ് ഇതിന്റെ രചയിതാവ്. അത് പ്രസവം മുതൽ, ഒരു മനുഷ്യന്റെ ഗർഭധാരണം മുതൽ മരിക്കുന്നത് വരേക്കും അതിന് ശേഷമുള്ള എല്ലാ സംഗതികളുണ്ട്. 418 പേജിലും ഒക്കെ നമ്മൾ മുസ്ലിങ്ങൾ ചെയ്ത് മുഴുവൻ അനാചാരാണ് എന്നാ. അത് വിശദീകരിക്കണി 418 ദിവസം വേണ്ടി വരും. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇതൊന്നും കഴിയില്ല.
അപ്പൊ ഞാനിപ്പോ അതിലേക്ക് കടക്കല്ല. ഞാൻ പറയുന്നത് 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാമുണ്ടോ അത് മുഴുവനും അനാചാരമാകുന്നു, അത് അന്ധവിശ്വാസമാകുന്നു, അത് ബിദ്അത്താകുന്നു. വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അതുകൊണ്ട് ഇത് ചെയ്യുന്ന സുന്നികളൊക്കെ നരകത്തിലാകുന്നു. ഇത് സ്ഥാപിക്കാൻ വേണ്ടി പ്രസാധകർ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ബിദ്അത്തായി ആരോപിക്കുക. എന്തിനാണത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ ചെയ്യുന്ന ബിദ്അത്തുകളെ തടയിടാനും അല്ലെങ്കിൽ അതിൽ ജനങ്ങൾക്ക് പുകമറ സൃഷ്ടിക്കുവാനും വേണ്ടി അവർ നടത്തിയ കുൽസിത ശ്രമമാണിത്. ഓരോന്ന് വിശദീകരിക്കുമ്പോഴേക്ക് സമയം വൈകും. നിസ്കാരത്തിൽ തലമറക്കുക, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ തലമറക്കുക, അത് അനാചാരമാണ് എന്നാ പറയുന്നത്. എന്തിനും ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോ, ഒരു കുഞ്ഞ് പ്രസവിച്ചു വീഴുമ്പോ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത. മുജാഹിദ് നേതാവ്, അല്ല വഹാബികളുടെ നേതാവായി പരിചയപ്പെടുന്ന ഇബ്നുൽ ഖയ്യിം തന്റെ തുഹ്ഫത്തുൽ മൗദൂദ് എന്ന ഗ്രന്ഥത്തിൽ വരെ ഇത് രേഖപ്പെടുത്തി വെച്ചതാ. എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദിന്റെ നേതാവ് കണ്ടോ, ഒരു ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ച് വീഴാണല്ലോ, മൂപ്പര അനാചാരം അവിടുന്ന് തുടങ്ങുക. ആ ബാങ്കും ഇക്കാമത്തും, വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുന്ന ആ പരിപാടി അത് അനാചാരമാകുന്നു എന്നാ പറഞ്ഞത്. അത് ചെയ്തവൻ നരകത്തിലേക്ക് പോകുന്നു. കാരണം എന്താ? ഈ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കൽ പിശാചിന് തീരെ പറ്റൂല. നമുക്ക് പറയേണ്ടതില്ലല്ലോ, ബാങ്ക് കൊടുത്താൽ പിശാച് ഓടുന്നാണ്. അപ്പൊ ഈ കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ എന്താണ് കൊടുത്താൽ പിശാചോടും. പിശാചോടിയാ പിന്നെ ഇവർക്ക് ഇവിടെ നിക്കപ്പുറത്ത് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർ ആദ്യം തന്നെ പറഞ്ഞത് അത് കൊടുക്കുന്നത് അല്ല, ബാങ്ക് വയ്ക്കാവുന്ന കൊടുക്കാൻ പാടില്ല, അനാചാരാണ്. നോക്കുങ്ങൾ അവിടെ മുതൽ തുടങ്ങുന്നു അനാചാരങ്ങൾ. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാവും ഓരോ സംഗതികൾ ഏതെടുത്താലും. പക്ഷെ ഞാൻ പറയട്ടെ, മുജാഹിദുകൾ സുന്നികളുടെ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇമാമുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പാരമ്പര്യത്തിന്റെ പിന്തുണയുള്ള വിഷയങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ നമ്മൾ ഏത് ചെയ്യുന്നുണ്ടോ അത് അനാചാരമാണെന്ന് സ്വന്തമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുക എന്നല്ലാതെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് തെളിയിക്കുവാനോ സ്ഥാപിക്കുവാനോ കേരളത്തിലെ ഒരു മൗലവിക്കും കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കഴിയുകയുമില്ല. അത് മറ്റൊരു ചർച്ചയാണ്. സ്വന്തമായിരുന്നു ഇങ്ങനെ എഴുതാൻ ആരെയും പേടിക്കേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. അതിൽ നിസ്കാരത്തിലുള്ള കുറെ അനാചാരങ്ങൾ, ഉദാഹരണം നിസ്കാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഖുനൂത്ത് ഓതുക. അത് അനാചാരമാണ് എന്നാ പറയുന്നത്. എന്താ അത് അനാചാരമാണ്? തെളിവില്ല. പ്രമാണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലം യസൽ യഖ്നുതു ഫി സുബ്ഹി ഹത്താ ഫാറഖത് ദുനിയാ. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നത് വരേക്കും സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. 10 കൊല്ലത്തിലേറെക്കാലം റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമായി ജീവിച്ച സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അവർ പറയുന്നു ഖുനൂത്ത് ഓതി വഫാത്താകുന്നത് വരേക്കും സുബ്ഹി നിസ്കാരത്തിൽ റസൂൽ ഖുനൂത്ത് ഓതിയിരുന്നു. നോക്ക് നിങ്ങൾ, ഇത് പിന്നെ എങ്ങനെയാണ് അനാചാരമാവുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 ഖലീഫമാർ അവരുടെ ചരിത്രം എടുത്ത് പരതുമ്പോൾ മുജാഹിദുകളുടെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന അബ്ദുറഹ്മാനുൽ മുബാറക് ഫൂരി എഴുതിയ തുഹ്ഫത്തുൽ അഹ്വദി എടുത്ത് പരിശോധിച്ചാൽ കാണാം 4 ഖലീഫമാരും സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു. സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയാണ് അത് അനാചാരമാകുന്നത്? എന്തിന്? മുജാഹിദുകളുടെ പ്രസിദ്ധീകരണം നിങ്ങൾക്കറിയോ? പഴയ കാലത്ത് അവരുടെ മദ്രസ പാഠപുസ്തകങ്ങളിലേക്ക് അവർ പ്രസിദ്ധീകരിച്ചിരുന്ന കിതാബുൻ അവ്വലു ഫിൽ അമലിയാത്ത് എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ വരെ അവർ പറയുന്നു ഖുനൂത്ത് സുന്നത്താണ്. സുബ്ഹി നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിലെ ഇഴ്തിദാലിൽ ഖുനൂത്ത് സുന്നത്താകുന്നു അവരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുനൂത്തിന്റെ കാര്യം. ഇനി നിങ്ങൾ നോക്ക്, കൈകെട്ടൽ. മുജാഹിദ് പറയുന്നത് കൈ നമ്മൾ കെട്ടുന്നത് പോലെ, അതായത് നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ കെട്ടുക എന്നത് അനാചാരമാണ് എന്നാ, നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്. ഓരോന്ന് വിശദീകരിക്കണം. തല 3 പ്രാവശ്യം തടവിയാൽ നരകത്തിലേക്ക് പോകുന്ന തല 3 പ്രാവശ്യവും തടവുക എന്ന സുന്നത്ത് നമ്മൾ നിർവഹിക്കുന്നുണ്ടല്ലോ, അത് ചെയ്താൽ നരകത്തിലേക്ക് പോകും. കൈ നെഞ്ചത്ത് കെട്ടിയ അല്ല, പൊക്കിളിന്റെ താഴെയും പൊക്കിളിന്റെ മീതയും നെഞ്ചിന്റെ താഴെയുമായി കെട്ടിയാൽ അനാചാരമാണ്. അത് നെഞ്ചത്താണ് കെട്ടേണ്ടത് എന്ന മുജാഹിദിന്റെ വാദം.
സഹോദരങ്ങളെ, ഇതിന് ഇസ്ലാമിന്റെ പ്രമാണമില്ല, പാരമ്പര്യമില്ല. അത് ഖാരിജുൻ അൻ മദാഹിബിൽ മുസ്ലിമീൻ. അബൂദാവൂദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ബദ്റുൽ മജൂദിൽ പറയുന്നു, ഇല്ല, മുസ്ലിമീങ്ങളെ 4 മദ്ഹബിന്റെ ഇമാമുകൾ, മുസ്ലിം പാരമ്പര്യം, അതിൽ നിന്ന് ഒഴിവാണ് ഈ പുതിയ വാദം. അവരുടെ ഒന്നും പാരമ്പര്യം ഇതിനില്ല, പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന 2-ാം ബാങ്ക്, ആ 2-ാം ബാങ്കിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നു അത് അനാചാരമാണ്. പള്ളിയിൽ നമ്മൾ നിർവഹിക്കുന്ന 2-ാമത്തെ ബാങ്ക് അനാചാരമാണ്. നിങ്ങൾ നോക്കണം, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ വർദ്ധിച്ചു, ജനങ്ങൾ ജുമുഅക്ക് വരാനുള്ള താമസം വന്നു, ജനങ്ങൾ കൂടുതലായി താമസം വരാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം പഠിച്ചിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഹോദരന്മാരെ, 2-ാം വെള്ളിയാഴ്ച ദിവസം ജുമുഅയുടെ മുമ്പായി ഒരു ബാങ്ക് കോടി കൊടുക്കാൻ നിർദ്ദേശിക്കുകയും അത് അവിടെ നടപ്പിലാവുകയും ചെയ്തു എന്ന് മാത്രമല്ല, സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചു നോക്ക്, ബുഖാരിയിൽ നമുക്ക് കാണാം, അതെ, ഈ വിഷയത്തിൽ മേൽ മുസ്ലിങ്ങളുടെ നിലപാട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞുപോയി. നമുക്കിത് നിഷേധിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഇത് രേഖപ്പെടുത്തി വെച്ച ഹദീസാണ്. ആർക്കും നോക്കിയാലും കാണാൻ കഴിയും മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം അതാണെന്ന്. ഇമാം ബുഖാരി സ്വഹീഹിന്റെ 916-ാം നമ്പർ ഹദീസായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക പാരമ്പര്യം അങ്ങനെ. എന്തിനധികം ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു, അദ്ദേഹം പറഞ്ഞു, ലമ്മാ സന്നഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇത് സുന്നത്തായി പ്രഖ്യാപിക്കുകയും സുന്നത്തായി ചര്യയായി നടപ്പിലാക്കുകയും വത്തഫഖ അലൈഹിൽ മുസ്ലിമൂന, പിന്നീട് വന്ന മുസ്ലിമീങ്ങൾ മുഴുവനും ഏകോപിക്കുകയും ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ശർഈയായ ഒരു ബാങ്കായിരിക്കുന്നു, അത് സുന്നത്ത് തന്നെയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ ആളാണെന്ന് മുജാഹിദ് പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സുന്നത്തുൽ ജുമുഅ എന്ന പുസ്തകത്തിന്റെ 30-31 പേജിൽ ഇബ്നു തൈമിയ്യ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. നോക്കൂ നിങ്ങൾ. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് മുജാഹിദ് പറയുന്നത് എന്താണ്? ഈ ബാങ്ക് അത് അനാചാരമാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യത്തിനെതിരാണ് സഹോദരങ്ങളെ ഈ വാദം. ഇനി നിങ്ങൾ നോക്ക്, തറാവീഹ് നിസ്കാരം നമുക്കറിയില്ലേ? തറാവീഹ് നിസ്കാരം മുജാഹിദുകളുടെ ഭാഷയിൽ 8 റക്അത്ത് മാത്രമേ നിർവഹിക്കാവൂ എന്നാണ്. തറാവീഹ് 3, അങ്ങനെ 11. ഇതല്ലാത്തൊരു അവസ്ഥ ചിന്തിക്കുക പോലും അവർക്ക് സാധ്യമല്ല. പ്രമാണവും പാരമ്പര്യവും എടുത്ത് പരതി നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒറ്റയായും അതുപോലെ കൊച്ചു ജമാഅത്തായും നിർവഹിച്ചിരുന്ന തറാവീഹ് നിസ്കാരങ്ങളെ മദീനത്തെ പള്ളിയിൽ വെച്ച്, മസ്ജിദുൻ നബവിയിൽ വെച്ച് ഒരൊറ്റ ജമാഅത്തിന്റെ കീഴിൽ ഒന്നിച്ച് നിസ്കാരം നിലനിർത്തിയപ്പോൾ ഇമാം ബൈഹഖി ഉദ്ധരിച്ച, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി20 റക്അത്തൻ വൽ വിത്ർ. അവരെല്ലാവരുമായിരുന്നു കാനൂ യഖൂമൂന, അവരൊക്കെ നിസ്കാരം നിർവഹിച്ചിരുന്നു, ബി20 റക്അത്ത്, 20 റക്അത്ത്, വൽ വിത്ർ, വിത്ർ അതിന് പുറമെയും നിസ്കരിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യം കഴിഞ്ഞ റമളാനിൽ വരേക്കും മുസ്ലിം ലോകത്ത് നിലനിന്നതാണ്. നിങ്ങൾക്കറിയില്ലേ, മക്കയിലും മദീനയിലും 2 ഹറമുകളിലും കഴിഞ്ഞ പ്രാവശ്യം വരെ തറാവീഹ് 20 റക്അത്താണ്. മുസ്ലിങ്ങളെ പാരമ്പര്യം അതാണ്, മറക്കാൻ കഴിയില്ല. 8 വാദത്തിന് ഇസ്ലാമിൽ പാരമ്പര്യമില്ല. എന്തിനധികം മുജാഹിദുകളുടെ പുസ്തകമാണിത്. പാഠശാലകളിലേക്ക് അവർ പഠിപ്പിച്ചിരുന്ന പുസ്തകം കിതാബുൻ അവ്വലു ഫിൽ അമലിയാത്ത്. ഈ പുസ്തകത്തിന്റെ സുന്നത്ത് നിസ്കാരത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു 29-ാമത്തെ പേജിൽ, തറാവീഹ് ഇത് ഇശാഇന്റെ ശേഷമാണ്, പക്ഷേ റമളാനിൽ മാത്രമേ ഉള്ളൂ. ഇത് 20 റക്അത്തുണ്ട്. ഈ 2 റക്അത്തിലും സലാം വീട്ടൽ വാജിബാകുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന വിശ്വാസമാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് മുസ്ലിങ്ങളുടെ പാരമ്പര്യം ഈ വിഷയത്തിൽ സുന്നികളോട് കൂടെയാണ്. 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, മൗലിദാഘോഷം ഞാൻ എണ്ണി പറഞ്ഞു പോവുകയാണ്, വിശദീകരിക്കുന്നില്ല.
നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പറയും ഇതിന് പൂർവികരുടെ പാരമ്പര്യമില്ല, അത് അനാചാരമാണ്, നരകത്തിലേക്ക് പോകുമെന്ന്. നിങ്ങൾക്കറിയോ, സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം അഹ്മദുൽ ഖസ്തലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങൾ എല്ലാവരും ആയിരുന്നു യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന മാസത്തെ ആഘോഷിക്കാറുണ്ടായിരുന്നു. വയഅമലൂനൽ വലായിമ, സദ്യകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, അതിന്റെ രാത്രികളിൽ അവർ സ്വതഖ ചെയ്യാറുമുണ്ടായിരുന്നു. വയഅതനൂന ബിഖിറാഅത്തി ഖിസ്സത്തി മൗലിദിഹിൽ കരീം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ അവർ ശ്രദ്ധ ചെലുത്താറുമുണ്ടായിരുന്നു. ഇമാം ഖസ്തലാനി രേഖപ്പെടുത്തുകയാണ്, മുസ്ലിം ലോകത്തിന്റെ നിലപാടാണിത് എന്ന് വ്യക്തമായി മഹാനവറുകൾ തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ മുസ്ലിങ്ങളൊക്കെ ഇത് നിർവഹിച്ചവരാണ്. രൂപഭാവങ്ങളിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. ഇസ്ലാമിക രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ ഇന്നും അത് മുടക്കില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. എന്തിനധികം സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ ബിദഅകൾ, മുജാഹിദുകളുടെ പഴയകാല പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഇത് മുജാഹിദുകളെ സ്ഥാപക നേതാവ് KM മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അൽ മുർഷിദാണ്. മറ്റൊരു നേതാവ് EK മൗലവി എഴുതിയ അൽ ഇർഷാദ് മാസികയാണ്. അൽ ഇർഷാദിലും അൽ മുർഷിദിലും ഒക്കെ പറയുന്നത് എന്താ? EK മൗലവി എഴുതുന്നു. EK മൗലവി ആരാ? സുന്നികളെ നേതാവല്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയ വ്യക്തിയാണെന്നാണ്. അദ്ദേഹം പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എന്ന ലോകം മുഴുവനും നടക്കുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്നു പറയുവാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ എവിടെണ്ടോ അവിടൊക്കെ ഇതുണ്ട്. അപ്പൊ വല്ല മുജാഹിദ് നാട്ടിലും നടക്കണില്ലേ? അതിന്റെ അർത്ഥം എന്താ? അവിടെ മുസ്ലിങ്ങളില്ല എന്നാണ്. ഞാൻ പറയല്ല, EK മൗലവിയാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ. ഇനി KM മൗലവി അതിന്റെ പത്രാധിപത്യത്തിലുള്ള അൽ ഇർഷാദ് മാസികയിൽ, അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി നോക്ക്. അദ്ദേഹം ഇങ്ങനെ നന്നാക്കി പറഞ്ഞ് വിശദീകരിച്ച് എഴുതുകയാണ്. റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. അത് നമ്മെ സന്തോഷിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു. നമ്മുടെ മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കടിയാടുന്നു. എന്തൊക്കെയാണ് ഇപ്പോ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്കന്നെ തുള്ളിച്ചാടുകയാണ് ഓരോരുത്തരും. മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത്. ഇന്ന് മുജാഹിദുകൾക്ക് റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോഴേക്കന്നെ ഒരു പേടിയാ. അട്ടട മുഖത്ത് ഉപ്പ് വെച്ചതുപോലെ ഒറ്റൊന്നിന്റെ മുഖത്തിന് തെളിച്ചുണ്ടാവില്ല. അതിങ്ങനെ ഒരു പ്രത്യേക രൂപഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഇതൊക്കെ എഴുതിയതിന് ശേഷം അൽ മുർഷിദിൽ പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? അദ്ദേഹം വിശദീകരിക്കുന്നു. ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. റസൂലുള്ളാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. അദ്ദേഹം പറയുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ലോകം മുഴുവനും കൊണ്ടാടും വേണം. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ മഹബത്ത് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. അപ്പൊ അത് കൊണ്ടാടണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് അവസാനം പറയാ, മൗലിദിന്റെ മജ്ലിസ്, ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ് ഒരു പുണ്യ സദസ് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുന്ന മജ്ലിസ് അതൊരു പുണ്യ സദസ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി.
എന്ന് ഉരുവിടുന്ന മൗലിദിന്റെ മജ്ലിസ് അതൊരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അപ്പൊ അതിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിക്കാത്ത മുജാഹിദുകളെ നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. ഇതാരാ പറയുന്നത്? ഞങ്ങളല്ല, KM മൗലവി, EK മൗലവി, ഇവരാ പറയുന്നത്. അപ്പൊ പൂർവികർ കാണിച്ച പാരമ്പര്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പൊ റബീഉൽ അവ്വൽ മാസം വരുമ്പോ സന്തോഷം പ്രകടിപ്പിക്കലും മീലാദാഘോഷം നടത്താനും പാടില്ല. എന്നാ പഴയ കാലത്തെന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം കണ്ടോ? പ്രബോധനം പുസ്തകം 18 ലക്കം 4 ഒരു ലേഖനം, റബീഉൽ അവ്വലിന് സ്വാഗതം എന്നിട്ട് പറയുന്നുണ്ടോ, മുസ്ലിം ലോകം റബീഉൽ അവ്വലിന്റെ സമാഗമത്തെ സകൗതുകം കാത്തിരിക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങൾ ആനന്ദ തുന്തിലരായി സാമോദം സ്വാഗതം ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്നു. മുസ്ലിം ദേവാലയങ്ങളും ഭവനങ്ങളും വ്യാപാര സ്ഥലങ്ങളും വെള്ളവലിച്ചും മറ്റും അലങ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. കമ്പോളങ്ങൾ തോരണങ്ങളാൽ വിധാനിച്ചു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഈ ആവേശത്തിന് എന്താണ് കാരണം? അത് മറ്റൊന്നുമല്ല, ക്രിസ്താബ്ദം 571 ഒരു റബീഉൽ അവ്വലിന്റെ സ്മരണയെ നിലനിർത്തുക എന്നതാണ്. എന്താണ് അന്നുണ്ടായത്? ലോകാനുഗ്രഹിയായ തിരുമേനിയുടെ തിരുജന്മമാകുന്നു. അപ്പൊ കണ്ടോ, പഴയ ജമാഅത്തെ ഇസ്ലാമിക്കും പഴയ കാലത്ത് ഇതൊക്കെ തൗഹീദ് തന്നെ, സുന്നത്ത് തന്നെയായിരുന്നു. ഇപ്പൊ അവർക്കും അത് അനാചാരമായിരിക്കുകയാണ്. എവിടെയാണ് സഹോദരങ്ങൾ ഇതിന് തെളിവ്? ഇസ്ലാമിക പാരമ്പര്യത്തിന് വിരുദ്ധമാണ് ഇവരുടെ ആചാരങ്ങൾ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്ക്, മന്ത്രം. സുന്നികൾ ചെയ്യുന്ന കർമ്മമാണ് മന്ത്രം, നുറുക്ക്, ഏലസ്, പിഞ്ഞാണം എഴുതി കുടിക്കല്, അല്ലേ? അത് അന്ധവിശ്വാസം, അനാചാരമാണ് എന്നാ മുജാഹിദ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മുജാഹിദുകളും പുതിയ തൗഹീദ് 2007 ജിന്ന് പിശാജ് തൗഹീദ് രംഗത്ത് വന്നതോടുകൂടി മന്ത്രിക്കാതെ കടക്കാൻ തന്നെ പാടില്ല എന്നുള്ളിടത്ത് ആ മുജാഹിദ് വരെ എത്തിപ്പെട്ടിട്ടുള്ളത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ കാര്യം ഈ രാജ്യത്തുള്ള ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് പൂർവീകരുടെ പാരമ്പര്യവും പൈതൃകവും മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയില്ലേ, മന്ത്രിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നമുക്കറിയാം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് വിശദമായ ഹദീസാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവും ഒരു സംഘവും കൂടി യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ അവർ യാത്ര ഇന്നത്തെ പോലെ സൗകര്യമില്ലല്ലോ. അവരാൽ കഴിയുന്ന എല്ലാ സംഗതികളും നോക്കി ഒന്നും ചെയ്തില്ല. അവസാനം ആ നാട്ടുകാർ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ നാട്ടിൽ നിന്ന് പുതിയൊരു ടീം വന്നിട്ടുണ്ടല്ലോ, അവരോടൊന്ന് അന്വേഷിച്ച് നോക്കാം, എന്താ അവരുടെ കയ്യിൽ വല്ല ചികിത്സയും ഉണ്ടോ. അങ്ങനെ അവർ ചെന്ന് അന്വേഷിച്ചു. അബൂ സഈദുൽ ഖുദ്രിയാണ് യാത്രാ സംഘത്തലവൻ. അദ്ദേഹത്തോടാ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഓ ഉണ്ടല്ലോ, ഞങ്ങളെ കൂട്ടത്തിൽ മന്ത്രിച്ച് രോഗം സുഖപ്പെടുത്തുന്നവരുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഞാനത് വിശദീകരിച്ച് വായിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് ഈ വന്ന ആളുകൾ പറഞ്ഞു, എന്നാൽ നിങ്ങളൊന്ന് ഞങ്ങളെ കൂടെ പോന്നിട്ട് ഞങ്ങളെ ഗോത്രത്തലവനെ ഒന്ന് മന്ത്രിച്ച് സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു മധുരമായി പകരം വീട്ടി. മൂപ്പര് പറഞ്ഞു, പിന്നെ ഞങ്ങൾ വിശന്ന് ഒട്ടിയ വയറുമായി നിങ്ങളോട് ഒരു നേരത്തെ ആഹാരം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തേ പറഞ്ഞത്? നിങ്ങൾ തരൂലെന്നല്ലേ? അതുപോലെ ഞങ്ങൾ മന്ത്രിക്കാനും വരൂല എന്ന് പറഞ്ഞു. നന്നായി പകരം വീട്ടി. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട, നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് തരാം, എന്നിട്ടെങ്കിലും നിങ്ങളൊന്ന് വരൂ. അങ്ങനെ അവസാനം കരാറായി. എന്താ കരാറ്? 30 ആടുകൾ. ഒരു മന്ത്രത്തിന് കൈമടക്ക് എത്ര? 30 ആടുകൾ. മുജാഹിദ് പറയും മന്ത്രിച്ച കൈമടക്ക് വാങ്ങാൻ പാടില്ല, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. 30 ആടുകളാ കരാറ് ചെയ്തത്. എന്നിട്ട് സഹോദരന്മാരെ, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പോകുന്നു. പോയിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ആ രോഗിയുടെ അടുത്തെത്തി. ഫന്തലഖ ഫജഅല യത്ഫുലു വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹ അദ്ദേഹം ഓതുന്നു. സ്വഹീഹുൽ ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഓരോ ആയത്തും ഇങ്ങനെ ഓതി ഫാത്തിഹ സൂറത്ത് മുഴുവനും ഊതിയപ്പോൾ ആ മനുഷ്യൻ, രോഗിയായ മനുഷ്യൻ, ഫകഅന്നമാ നശത മിൻ ഇഖാൽ, ഒരു കെട്ടിൽ നിന്ന്, ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തനായതുപോലെ അദ്ദേഹം സന്തുഷ്ടനായി. ഫന്തലഖ യംശി മാ ബിഹി ഖലബ, അദ്ദേഹം നടക്കാൻ തുടങ്ങി, ഒരു അസുഖവും അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഗോത്ര തലവനല്ലേ, എന്തേ നിങ്ങൾ എൻ്റെ ചികിത്സക്ക് കാട്ടിയത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പലതും നോക്കി, പക്ഷെ വിജയിച്ചില്ല. അവസാനം നമ്മളെ നാട്ടിൽ വന്ന ഈ കക്ഷികളോട് പറഞ്ഞപ്പോൾ അവർ മന്ത്രിച്ച് സുഖപ്പെടുത്തിയതാണ്. അവസാനം നമ്മൾ 30 ആട് കൊടുക്കാന്നുള്ള വ്യവസ്ഥയിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഗോത്രത്തലവൻ പറഞ്ഞു, ഓ ഒരു പ്രശ്നമില്ല, നിങ്ങൾ
നിങ്ങൾ ഓരോട് എത്രയെ പറഞ്ഞതെങ്കിൽ അത്രയും ആട് നിങ്ങൾ കൊടുത്തോളൂ, എൻ്റെ രോഗം സുഖമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 30 ഒരു മന്ത്രത്തിന് 30 ആടും വാങ്ങി അബൂ സഈദ് അൽ ഖുദരി ഇങ്ങനെ പോരുമ്പോൾ പിന്നെ സഹാബികൾ തമ്മിൽ തർക്കായി. എന്ത്, എനിക്ക് ഇത്ര കിട്ടണം, മറ്റൾക്ക് ഇത്ര കിട്ടണം, അതല്ല തർക്കം. നമ്മളെ തർക്കം പോലെ അല്ല അവിടെ തർക്കം എന്താ? സഹാബികൾ അബൂ സഈദ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാട്, നിങ്ങൾക്ക് മറ്റേ ആൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും ഒരാട് വീതിക്കാൻ തുടങ്ങിയപ്പോൾ സഹാബികൾ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതെന്ത് ചെയ്തു? മന്ത്രിച്ചിട്ട് കൈമടക്ക് വാങ്ങാൻ പറ്റും എന്ന വിവരം എൻ്റെ കല്യാണം, അത് തീരുമാനമാകാതെ ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞു. ഒരാൾ ഇഷ്കാലാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്കാലായി. ശരി തന്നെ, പാക പ്രശ്നമല്ലപ്പോൾ അത്. അവസാനം വാങ്ങി അബൂ സഈദ് അൽ ഖുദരി 30 ആടുകളും മലങ്ങി. കാരണം ഇതൊന്നും ആരെങ്കിലും സ്വീകരിച്ച് കിട്ടണത്, വാങ്ങി കുടുങ്ങി മൂപ്പര്. അവസാനം അവർ പറഞ്ഞു, ലാ തഫ്അലൂ ഹത്താ നഅ്തിയ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പോവാ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കുക, റസൂൽ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്നിട്ട് റസൂൽ ചോദിച്ചു, എന്താ നിങ്ങൾ മന്ത്രിച്ചത് എന്ന് ചോദിച്ചു. റസൂലിനോട് അബൂ സഈദ് പറഞ്ഞു, നബിയെ ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചതാണ്. എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല മന്ത്രാണ്, പ്രശ്നമില്ല. ഇഖ്തസിമൂ, റസൂൽ പറഞ്ഞു, ഉള്ള ആ ആടുകളുണ്ടല്ലോ അത് നിങ്ങൾ ഓഹരി വെച്ചോളൂ. വളിബൂ ലീ മഅഹും ബിസഹ്മിൻ ഖാല റസൂലുള്ളാഹി, ഒരു ഓഹരി എനിക്കും വേണം. നോക്കുങ്ങൾ, റസൂൽ പറയാ, നിങ്ങളെ കൂടുന്ന ഒരു ഓഹരി ഞങ്ങളപ്പം ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു ഓഹരി എനിക്കും നൽകണം. അതെന്തിനാ? മന്ത്രിച്ചതിന് കൂലി വാങ്ങുന്നതിന് കുഴപ്പമില്ല, അതിലൊരു പ്രശ്നമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി റസൂലും പറഞ്ഞു വാങ്ങി ഒരു ഓഹരി എന്ന്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിന്റെ 2-ാമത്തെ വാള്യം 855 പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. നിങ്ങൾ നോക്ക്, മന്ത്രം സുന്നികൾ ചെയ്യുന്ന ഒരു ആചാര. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അടക്കമുള്ള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം ഇതിന് തെളിവാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് മന്ത്രിക്കുന്നത്. മുജാഹിദുകൾ പറഞ്ഞ രോഗം വന്നാ തദാവോ, നിങ്ങൾ ചികിത്സിക്കൂന്നാ റസൂല് പറഞ്ഞത്. മന്ത്രം കുന്ത്രം കിന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന് ഒരു പരിഹാസം. സഹോദരങ്ങളെ, ഇല്ല, ആ പരിഹാസത്തിന് ഇസ്ലാമിൽ പിൻബലമില്ല. പൂർവികർ പഠിപ്പിച്ചത്, റസൂലുള്ള പഠിപ്പിച്ചത്, സ്വഹാബത്ത് പഠിപ്പിച്ചത് മന്ത്രിക്കാൻ പറ്റും, മന്ത്രിക്കണം എന്നാണ്. മന്ത്രിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദുകൾ തന്നെ ഇപ്പോൾ അത് അംഗീകരിക്കുകയാണ്. മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം 10-ാമത്തെ ഹെഡിങ് ഇതിൽ തന്നെ പറയുന്നത് വെള്ളത്തിൽ മന്ത്രി ചൂതൽ എന്ന ഹെഡിങ്ങാ. വെള്ളത്തിൽ മന്ത്രി ചൂതാൻ പറ്റുമോ, മറ്റത് പറ്റുമോ, അത് പറ്റുമോ, ഇത് പറ്റുമോ? മുജാഹിദിന്റെ MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകം. ചോദ്യം, ഖുർആൻ കൊണ്ട് രോഗിയെ മന്ത്രി ചൂതുന്നതിന് കൂലി വാങ്ങാമോ, പ്രതിഫലമില്ലാതെ മന്ത്രി ചൂതാമോ? മറുപടി, ഖുർആൻ പാരായണം ചെയ്ത് രോഗിയെ മന്ത്രിക്കാമെന്നു മാത്രമല്ല അത് പുണ്യകർമ്മം കൂടിയാണ്. നോക്കണങ്ങള്, അത് പുണ്യകർമ്മം കൂടിയാ. തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ. മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. കൂലി വാങ്ങാതെ മന്ത്രിക്കുന്നതാണ് ഉത്തമം. ഏത്? കൂലി വാങ്ങാതെ മന്ത്രിക്കണം നല്ലത്. എന്നാൽ കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച കാര്യമാണ്. നോക്കുങ്ങൾ, ഇത് മുജാഹിദുകൾ തന്നെ ഇപ്പൊ അംഗീകരിക്കുകയാണ്. ഇങ്ങനെ മന്ത്രം, പിന്നെ വെള്ളത്തിൽ മന്ത്രിച്ചൂത, അതുപോലെ തന്നെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് ഊത, പല ജാതി ഊത്തുകളും ഞമ്മക്കൊന്നും പരിചയമില്ലാത്ത വിധമുള്ള ഊത്തൊക്കെ മുജാഹിദിൽ പറയുന്നുണ്ട്. നോക്ക് നിങ്ങൾ, അപ്പൊ അവരും അംഗീകരിക്കുകയാണ്. പഴയ കാലത്തോ അതൊക്കെ അന്ധവിശ്വാസം, അനാചാരം പാടില്ലാന്നാ മുജാഹിദുകൾ വരെ പറഞ്ഞിരുന്നത്. മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട്. സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കണം. ഞാൻ വിശദീകരിക്കുകയല്ല. നോക്ക് നിങ്ങൾ, മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഉറുക്ക്, ഏലസ് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലേ. മുജാഹിദുകൾ അത് പരിഹസിക്കാറുണ്ട്, അത് പാടില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ അവരെന്താണ് ചെയ്തിരുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ പണ്ഡിതന്മാരുടെ നേതാവാണ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡാണ്. അള്ളാഹുവിന്റെ റസൂൽ തലയിൽ കൈവച്ച് മന്ത്രിച്ചിട്ടുള്ള വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, തന്റെ ശിഷ്യൻ പറയുന്നു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പരിപാടി തന്നെ കാന യക്തുബുന്നാസ അത്തഅവീദ ഫയുഅല്ലിഖഹു അലൈഹിംന. ജനങ്ങൾക്ക് ഈ ഏലസ് ഉറുക്കുണ്ടല്ലോ അത് എഴുതി കൊടുക്കലേ മൂപ്പരെ പരിപാടി തന്നെ. എന്നിട്ട് ജനങ്ങളെ കഴുത്തിലും കാലിലും കയ്യിലും കെട്ടിക്കൊടുക്കും. ഇത് സ്വഹാബത്തിന്റെ താബീന്റെ ആചാരമാണ് ഈ പറയുന്നത്. ഇത് അനാചാരമാണോ? അവർക്കൊന്നും തൗഹീദ് തിരിയാത്തവരാണോ? അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ?
സുന്നികൾ ഈ ഏലസ് കെട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പിന്നെ നൂല് കെട്ടുന്നുണ്ടെങ്കിൽ അതിന് സ്വഹാബത്തിന്റെ പിന്തുണയുണ്ട്. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇമാം മുസന്നഫ് അബ്ദുർ റസാഖിൽ, അതുപോലെ മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദായ ഹദീസ് പണ്ഡിതന്മാരാണ് അവർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ഫസിയ അഹദുക്കും ഫീ നൗമിഹി, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാള് ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടിച്ചാടുക, ചില ആളുകൾക്ക് ഉണ്ടാകുന്ന അസുഖം, അങ്ങനെ ചെയ്താൽ ഫല്യഖുൽ, അവൻ പറയട്ടെ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വസൂഇ ഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ശർരി ശയാത്വീനി വഅൻ യഹ്ളുറൂൻ എന്ന വചനം പറയണം. എന്നിട്ട് ഫകാന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യുഅല്ലിമുഹാ വലദഹു, തൻ്റെ മക്കൾക്ക് മൂപ്പരിത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. മൻ അദ്റക മിൻഹും, മക്കളിൽ നിന്ന് പ്രായപൂർത്തിയായ ആളുകൾക്ക് ഈ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികളെ, നിങ്ങൾ ഉറക്കത്തിൽ ഞെട്ടിച്ചാടുകയാണെങ്കിൽ ഇത് ചൊല്ലിയാ മതി. പിന്നെയോ വമല്ലം യുദ്രിക്ക്, പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടികളാണെങ്കിലോ മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കതബഹാ വഅല്ലഖഹാ അലൈഹി. ഇത് കണ്ടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതായത് ഉറുക്ക് എഴുതുക അല്ലെങ്കിൽ ഏലസ് കെട്ടുക എന്ന് പറയുന്ന പരിപാടി, ഒരു കടലാസിലോ മറ്റോ എഴുതിയിട്ട് കുട്ടിയുടെ ശരീരത്തിൽ കെട്ടും. ഇത് സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമാ. ഇത് അനാചാരമല്ല, നരകത്തിലേക്ക് പോകുന്ന പരിപാടിയല്ല, അന്ധവിശ്വാസമല്ല. ഇനി നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ്. അവരുടെ മകൻ ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹു, താബിഈയായ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മുത്തബിഉസ് സുന്ന, സുന്നത്തിനോട് അദമ്യമായ പ്രേമം വെച്ച് പുലർത്തുന്ന മഹാനായ സ്വഹാബി വര്യൻ, അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ അന്നഹു റആ ഫീ അളുദി ഉബൈദില്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ കൈയുണ്ടല്ലോ, തോടം കൈ നമ്മൾ പറയുന്ന ആ കയ്യിൽ ഞാൻ കണ്ടു ഖൈതൻ, മന്ത്രിച്ച നൂലിനെ ഞാൻ കണ്ടു. നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിൽ മന്ത്രവും മേലസൊന്നും ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്ക്, നമ്മൾ പിഞ്ഞാണമെഴുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. ബിദ്അത്താണോ? അല്ലേ അല്ല. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളുടെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ തന്റെ അൽ ബയാനുൽ മുബീൻ ഫി അഖ്ബാരിൽ ജിന്നി വശയാത്വീൻ എന്ന ഗ്രന്ഥത്തിന്റെ 100ാമത്തെ പേജിൽ പറയുന്നു, പ്രസവ വേദനയുള്ള ആളുകൾക്ക്, അതുപോലെ രോഗമുള്ള വ്യക്തികൾക്ക് ഈ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ചില പ്രത്യേക ദിക്റുകൾ എഴുതി മായ്ച്ചു കുടിച്ചാൽ ബരിഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ശമനമുണ്ടാകും. ഇബ്നു തൈമിയ്യ തന്നെ മജ്മുഉൽ ഫതാവയിൽ പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഉറുക്കാവട്ടെ ഏലസാവട്ടെ പിഞ്ഞാണമെഴുത്താവട്ടെ, അത് ബിദ്അത്തല്ല, അനാചാരമല്ല. സഹോദരങ്ങളെ, സുന്നികളായ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമുക്കറിയാമല്ലോ, ദിക്ർ ഹൽക്കാലിക റാത്തീബ് ദിക്ർ എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. നിശ്ചിതമായ എണ്ണം ദിക്റുകൾ കൂടിയിരുന്ന് ഒന്നിച്ചു ചെല്ലുന്ന പരിപാടി, അത് അനാചാരമാണ്. പലപ്പോഴും മുജാഹിദുകൾ പറയാറുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, പക്ഷേ പ്രമാണങ്ങളുടെ കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് അത് പറയാൻ അവർക്ക് പ്രചോദനം എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിന്റെ 6408 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെച്ച ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഇന്നലില്ലാഹി മലായികതൻ യതൂഫൂന ഫിത്തുറുഖി, അല്ലാഹുവിന് ചില മൊബൈൽ മലക്കുകൾ ഉണ്ട്. യൽതമിസൂന അഹ്ല ദിക്ർ, അവരുടെ പരിപാടി തന്നെ എന്താ? ദിക്റിന്റെ മജ്ലിസുകൾ പരതി നടക്കലാണ്. ഫൈദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ, അങ്ങനെ അവർ ഈ പര്യടനത്തിന്റെ ഇടയിൽ ഒരു ദിക്റിന്റെ മജ്ലിസ് കണ്ടാൽ, ഒരു ദിക്ർ ഹൽക്ക കണ്ടാൽ, അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഞാൻ ഹദീസ് വിശദമായി വായിക്കുന്നില്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. മലക്കുകൾ മറ്റുള്ള മലക്കുകളെ വിവരമറിയിക്കുന്നു. അവരെല്ലാവരും അവരെ സമ്മേളിക്കുന്നു. ഇവരുടെ ആഘോഷം, ഇവരുടെ ആനന്ദം, സന്തോഷ പ്രകടനം ആകാശം വരെ മുട്ടുകയാണ്. ബൈത്തുൽ മഅമൂറിലുള്ള മലായികത്തുകൾ ചോദിക്കുന്നു, 7 ആകാശങ്ങളിലുമുള്ള മലക്കുകൾ ചോദിക്കുന്നു, ഈ സന്തോഷത്തിൽ ഭാഗവാക്കാവുകയാണ്. അള്ളാഹു ചോദിച്ചു, മലക്കുകളെ, എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം? എന്ത് സംഭവിച്ചു? മലക്കുകൾ പറയുന്നു, പടച്ചവനെ, നിന്റെ അടിമകൾ ഇന്നാലിന്ന ആളുകൾ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ദിക്ർ ചൊല്ലുന്നുണ്ട് റബ്ബേ. നോക്ക് നിങ്ങൾ, അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന് ഇത് അറിയാം, പക്ഷെ മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്.
ആ മലക്കുകൾ പറഞ്ഞു, പടച്ചവനെ, ആ മനുഷ്യർ നിനക്ക് വേണ്ടി യുഹല്ലിലൂന, അവർ തഹ്ലീൽ ചൊല്ലുന്നു, വയുസബ്ബിഹൂന, തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീറും തഹ്മീദും തംജീദും ഒക്കെ നിർവഹിക്കുന്നു റബ്ബേ. പടച്ചവൻ ചോദിച്ചു, മലക്കുകളെ, ആ ആളുകൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഹൽ റഔനി, അവർ എന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ? അള്ളാഹു പറയുന്നു, അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, ഇല്ല പടച്ചോനെ, അവർ കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹു അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, അല്ല, അവരെന്നെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്നു, ഇതിലേറെ ശക്തിയായി അവർ നിനക്ക് തക്ബീറും തഹ്മീദും ചൊല്ലും. ആവട്ടെ, അള്ളാഹു ചോദിക്കുന്നു, അവരെന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ മലക്കുകളെ? മലക്കുകൾ പറഞ്ഞു, അതേ അല്ലാഹുവേ, അവർ നിന്നോട് യസ്അലൂനകൽ ജന്ന, അവർ സ്വർഗ്ഗം ചോദിക്കുന്നു, അവരുടെ മറ്റ് പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, പലതും പലതും പറയുന്നുണ്ട് റബ്ബേ. അപ്പോൾ അള്ളാഹു പറയുന്നത് എന്താണ്? വിശദമായ ഹദീസ്. അള്ളാഹു പറയുന്നു, എന്താ? ഫഇന്നി ഉശ്ഹിദുക്കും, ഫഇന്നി ഉശ്ഹിദുക്കും, മലക്കുകളെ, ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പ്രഖ്യാപിക്കുന്നു, അന്നീ ഖദ് ഗഫർതു ലഹും. അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, എന്റെ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് എല്ലാവർക്കും ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഇതങ്ങ് പറയുമ്പോ മലക്കുകളെ കൂട്ടത്തിലുണ്ട് ചില വളവൻ മലക്കുകൾ. മലക്ക് ചോദിച്ചു, അല്ല പടച്ചോനെ, എല്ലാവർക്കും പുറത്തു കൊടുക്കുക എങ്ങനെയാണ്? കാരണം ആ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരാളുണ്ട് അറ്റത്തിരിക്കണ്, അയാൾ ദിക്ർ ചെല്ലാൻ വേണ്ടി വന്നതല്ല, അയാൾ വേറെ ആരോ തെരഞ്ഞു വന്നതാ. വന്ന ആള് ദിക്റിന്റെ മജ്‌ലിസിലാ. അപ്പൊ എന്നാ അയാൾ പോകട്ടെ, അയാൾ ഇത് കഴിയട്ടെ, അത് വരെ കാത്തിരിക്കുക എന്ന് കരുതി അവിടെ വന്നിരുന്നതാ. അല്ലാതെ അയാൾ ദിക്ർ ചെല്ലണില്ല. അല്ലെങ്കിൽ അയാൾ വന്നിരുന്ന് ഉറങ്ങാണ്, ദിക്ർ ചെല്ലണൊന്നും ഇല്ലല്ലോ റബ്ബേ. അങ്ങനത്തെ ആൾക്കും നീ പുറത്തു കൊടുത്തോ? മലക്കുകൾ ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. അപ്പൊ അള്ളാഹു മറുപടി പറയുന്നു, അതേ മലക്കുകളെ, അവനക്കും ഞാൻ പുറത്തു കൊടുത്തു. കാരണം എന്തേ? ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, ആ ജനങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ ഇരിക്കുന്നവരും പരാജിതരാവുകയില്ല. കാരണം അതിനു മാത്രം നല്ല ഒരു പരിപാടിയിലാണ് അവരുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലക്കുകളെ, അള്ളാഹുവിന്റെ റസൂൽ, സഹോദരങ്ങളെ, ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഏതേത് കർമ്മങ്ങൾ, മുജാഹിദുകൾ അത് അനാചാരമാണ്, നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്ന ഏത് വിഷയങ്ങളുണ്ടോ, അതിനൊക്കെ പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട്, പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പിന്തുണയുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ മുജാഹിദുകൾ ഇതാ ഈ പുസ്തകത്തിൽ സുന്നികളെ കാര്യമായി വിദ്യാർത്ഥാക്കുന്നത്, സുന്നികൾ ഒരാൾ മരിക്കാൻ തുടങ്ങിയാൽ പിന്നെ തുടങ്ങി അവിടെ അനാചാരത്തിന്റെ ആകെ ശൃംഖല പൊട്ടിക്കാൻ തുടങ്ങിയതാ മുജാഹിദ് പറയുന്നത്. നമ്മൾ ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചിടത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അനാചാരാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നാ മുജാഹിദ് പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, മരിച്ച മയ്യത്തിന്റെ അരികിൽ വെച്ച് നമ്മളൊക്കെ സാധാരണ അല്ലേ മരണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് ഖുർആൻ ഓതും. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് എന്താ? മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നത് ശരിയല്ല, അത് അനാചാരമാണ്, തെറ്റാണ്. ഞാൻ അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് കടക്കുകയല്ല, അത് പ്രമാണങ്ങളെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്താണെന്നോ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് 20ഓളം ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. 20ഓളം പണ്ഡിതന്മാർ, അവരൊക്കെ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് രേഖപ്പെടുത്തുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റഊ അലാ മൗതാകും സൂറത്ത യാസീൻ. നബി തങ്ങൾ പറയാ